നിങ്ങൾ സത്യത്തോട് മുഖം തിരിച്ചാൽ, സത്യം മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളിലും അന്ധകാരം വ്യാപരിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയകാഠിന്യം മാറ്റി, പിടിവാശി നീക്കി, താഴ്മയോടെ ദൈവസന്നിധിയിലിരുന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഹൃദയം പ്രകാശമാനമായിരിക്കും. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും ദിവ്യജ്യോതിയിലേക്ക് വരും. എല്ലാ മാന്യ പ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കപ്പെട്ടതിനെപ്പറ്റി പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. ഇതും പറഞ്ഞിരുന്നു, ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട അന്ന് തന്നെ മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയെന്ന്. അത് എങ്ങനെയെന്ന് ഈ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് നാം എത്തി നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ അന്തിമ സമയത്താണ്. അതിൻ്റെ ശംഖനാദം ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്നും മുഴങ്ങിക്കേൾക്കാം. ഒന്ന് കാതോർത്ത് നിന്നാൽ മതി. ഇന്ന് എല്ലാ ന്യൂസ് ചാനലുകളിലും, എല്ലാ പത്രങ്ങളിലും, സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ് ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂ. ഇന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇതിന് ഒരു തീർപ്പുണ്ടാക്കുക എന്നത്. ഭൂരിപക്ഷം രാഷ്ട്രങ്ങളും പരിശ്രമിക്കുന്നത് പലസ്തീനിന് ഒരു സെപ്പറേറ്റ് രാജ്യം കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാമെന്നാണ്. അങ്ങനെയായിരുന്നുവെങ്കിൽ 1948 ഇസ്രായേൽ സ്വന്തം രാജ്യം സ്ഥാപിച്ചപ്പോൾ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ ഇടപെട്ട് പലസ്തീനിന് ഒരു സെപ്പറേറ്റ് രാജ്യം കൊടുക്കാമായിരുന്നു. എന്നാൽ ഇസ്രായേൽ സ്ഥാപിക്കപ്പെട്ടു. പലസ്തീൻ ഒരു ഓട്ടോണമസ് അതോറിറ്റിയായി ഇന്നും തുടരുന്നു. ഇത് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ്റെ കഴിവുകേട് കൊണ്ടല്ല, മറിച്ച് ബൈബിളിലെ പ്രവചനങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങൂ എന്നതുകൊണ്ടാണ്. ബൈബിൾ തറപ്പിച്ചു പറയുന്നു, ഇസ്രായേൽ രണ്ടാക്കപ്പെടുകയില്ല എന്ന്. എസെക്കിയേൽ പ്രവചനം 21-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നു, അതിന് അവകാശമുള്ളവൻ വരുവോളം അതില്ലാതെ ഇരിക്കും, അവന് ഞാൻ അത് കൊടുക്കും. ഇസ്രായേൽ ജനതയുടെ മറ്റൊരു വശം കൂടിയുണ്ട്, അതുകൂടി ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദികളുടെ അല്പം പശ്ചാത്തലം ഇവിടെ പറയാം. യഹൂദന്മാർ ആരാണെന്നും മടക്കിക്കൊണ്ടുവന്നത് ആരെയാണെന്നും അറിയണം. ബൈബിൾ പറയുന്നു, അവർ കുരുടന്മാരും ചെകിടന്മാരുമാണെന്ന്. 2-3 വചനങ്ങൾ നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നിൻ്റെ സന്തതിയെ ഞാൻ കിഴക്ക് നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും. ദൂരത്ത് നിന്ന് എൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എൻ്റെ പുത്രിമാരെയും എൻ്റെ നാമത്തിൽ വിളിച്ചും എൻ്റെ മഹത്വത്തിനായി സൃഷ്ടിച്ച് നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. കണ്ണുണ്ടായിട്ടും കുരുടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ച് കൊണ്ടുവരുവീൻ. ഇസ്രായേൽ ജനതയോട് ദൈവം പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. 5-ാം വചനത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട. പിന്നെ പറയുന്നു, എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും എല്ലാ ദേശത്തു നിന്നും ശേഖരിക്കുമെന്ന്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് എന്താണ്? ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആണെന്നും അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനം ആണെന്നുമല്ലേ. എന്നാൽ 8-ാം വചനത്തിൽ നോക്കിക്കേ, അവർ എങ്ങനെയുള്ളവരാണെന്ന് അവിടെ പറയുന്നുണ്ട്.
അവർ കണ്ണുണ്ടായിട്ടും കുരുടന്മാരും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരും ആകുന്നു. ഈ ഇസ്രായേൽ ജനതയെപ്പറ്റി യെഹെസ്കേൽ പ്രവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. യെഹെസ്കേൽ 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. മനുഷ്യപുത്ര, നീ മത്സരഗൃഹത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. കാണുവാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല, കേൾപ്പാൻ ചെവിയുണ്ടെങ്കിലും അവർ കേൾക്കുന്നില്ല. അവർ മത്സരഗൃഹമല്ലോ. ദൈവം പറയുന്നു അവർ റെബലിയസ് ആണെന്ന്, അതായത് മത്സരഗൃഹമാണെന്ന്. ഇസ്രായേൽ കുരുടന്മാരും ചെകിടന്മാരും ആയിപ്പോയി. അവർക്ക് നല്ലതും തീയതും ഏതാണെന്ന് തിരിച്ചറിയാൻ വയ്യാതായിരിക്കുന്നു. ദൈവശബ്ദം അവർ കേട്ടു, പക്ഷേ അത് തിരിച്ചറിയാൻ അവർ കൂട്ടാക്കിയില്ല. ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ സ്വന്തം കണ്ണാലെ കണ്ടു, എന്നിട്ടും അവർ കാണാത്തവരെ പോലെ നടന്നു. ഇതിനർത്ഥം ഇസ്രായേലികൾ ആത്മീയമായ രീതിയിൽ കുരുടന്മാരും ചെകിടന്മാരും ആയി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇസ്രായേലികൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരുന്നിട്ടും ഇതുപോലെ അനുസരണം കെട്ട ഒരു ജനസമൂഹം ലോകത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ദൈവം അവരെ സ്വന്തം ജനമായി കണ്ടതുകൊണ്ട് അവർ ചിന്നിച്ചിതറിപ്പോയ സ്ഥാനത്തു നിന്നും നാനാഭാഗത്തു നിന്നും അവരെ ശേഖരിച്ചു. ഇവിടെ നിങ്ങൾക്കായി ഒരു സന്ദേശം, ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ സത്യത്തോട് മുഖം തിരിച്ചാൽ, സത്യം മനസ്സിലാക്കാതിരുന്നാൽ നിങ്ങളുടെ ഹൃദയങ്ങളിലും അന്ധകാരം വ്യാപിക്കും. എന്നാൽ നിങ്ങളുടെ ഹൃദയകാഠിന്യം മാറ്റി പിടിവാശി നീക്കി താഴ്മയോടെ ദൈവസന്നിധിയിലിരുന്ന് സത്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഹൃദയം പ്രകാശമാനമായി തീരും. നിങ്ങൾ അന്ധകാരത്തിൽ നിന്നും ദിവ്യ ജ്യോതിയിലേക്ക് വരും. ഇതിനോടനുബന്ധിച്ച് കുറച്ച് വചനങ്ങൾ വായിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. സങ്കീർത്തനം 81 അതിൻ്റെ 8-ാമത്തെ വചനം. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും. ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. സങ്കീർത്തനം 81, 11, 12 വാക്യങ്ങൾ. എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. അതുകൊണ്ട് അവർ സ്വന്തം ആലോചനപ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വെളിച്ചമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾ ആ വെളിച്ചത്തിൽ നടന്നില്ല. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളതും നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. നിന്റെ സന്ദർശനകാലം നീ അറിയാഞ്ഞതുകൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്ത് ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ടു. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് വിസ്താരത്തിൽ പറയേണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തതിനാൽ ഒരു വാചകത്തിൽ ഈ കാര്യം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം. ഈ ഭാഗം ഇസ്രായേലികളുടെ അന്ധതയുടെ ഉച്ചകോടിയെ പ്രസ്താവിക്കുന്നതാണ്. ഇസ്രായേൽ ജനത ഒരു മസിഹയെ കാത്തിരുന്നു. ആ മസിഹ അവരുടെ ഇടയിൽ വന്നു. എന്നാൽ ആ മസിഹയെ അവർ തിരിച്ചറിഞ്ഞില്ല. വചനത്തിൽ പറയുന്നു, ഇപ്പോഴോ അത് നിൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇത് സംഭവിച്ചത് അവർക്ക് കണ്ണുണ്ടായിട്ടും കാണാതെ പോയതുകൊണ്ടാണ്. അവരുടെ കണ്ണ് കുരുടായിപ്പോയതുകൊണ്ടാണ്. എൻ്റെ ദർശകരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ള സന്ദേശം, ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലും ഉള്ള ഭൂരിഭാഗം ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ക്രിസ്തീയ ലേബൽ വെച്ച് നടക്കുന്നവർ
യേശുക്രിസ്തു ആണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞു നടക്കുന്നവർ, പള്ളിയിൽ പോകുന്നവർ, പ്രാർത്ഥിക്കുന്നവർ, യേശുവിനെ തിരിച്ചറിയാതെ യേശുവിൻ്റെ പാത പിൻപറ്റാതെ ചുറ്റുപാടും നടക്കുന്ന സംഭവവികാസങ്ങളുടെ കാര്യങ്ങൾ ഗൗരവമായി എടുക്കാതെ സത്യമെന്തെന്ന് തിരിച്ചറിയാതെ അവരുടെ കണ്ണുകളെ സ്വയം കുരുടാക്കി ദൈവത്തിൻ്റെ ന്യായവിധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അന്തിമ സമയത്തെങ്കിലും സത്യം മനസ്സിലാക്കി ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുക. വചനത്തിലുള്ള അതിപ്രധാനമായ ഒരു വാക്യം വായിക്കുവാനായി താല്പര്യപ്പെടുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. കർത്താവേ, എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്തകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ എന്നുത്തരം പറഞ്ഞു. ഈ വചനത്തിൽ അല്പം ശ്രദ്ധിക്കുക. ഇസ്രായേലികൾ സത്യത്തെ മറുതലിച്ചപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ അന്ധകാരം നിറഞ്ഞു. ദൈവം അവരുടെ ചെവിയും കണ്ണും അടച്ചു കളഞ്ഞു. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നു, കർത്താവേ, എത്രത്തോളം നീ കുരുടരായും ചെകിടരായും വയ്ക്കും? അതിന് ദൈവം മറുപടി പറയുന്നു, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകുകയും ചെയ്യുവോളം തന്നെ. എത്ര സത്യമായ കാര്യമാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇസ്രായേൽ ചിന്നിച്ചിതറി ലോകത്തിൻ്റെ നാനാഭാഗത്തും പോയ ശേഷം നൂറ്റാണ്ടുകൾ ആ പ്രദേശം മനുഷ്യവാസമില്ലാതെ മരുഭൂമിയായി കിടന്നിരുന്നു. 75 വർഷം മുമ്പുള്ള ഇസ്രായേലിൻ്റെ ഫോട്ടോയൊക്കെ ഗൂഗിളിൽ ലഭിക്കും. അത് നിങ്ങൾക്ക് നോക്കാം. ഈ ചരിത്ര സത്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സ്വന്തമായി ഒന്നും പറയുന്നതല്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.